അറിവിന്റെ പൊന്നോണം ഇത്തവണ CC-യോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8589083568. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്റഡ് റിസൾട്ടൊക്കെ വന്നു. അടുത്ത കേറ്റഡ് പരീക്ഷയ്ക്ക് എല്ലാവരും പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ കേറ്റഡ് പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിലേക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്നത് കേറ്റഡ് കാറ്റഗറി 1 ബേസ്ഡ് ആയിട്ടാണ്. പക്ഷേ എല്ലാ കാറ്റഗറീസിനും കേറ്റഡ് കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരവരുടെ സിലബസ് അനുസരിച്ച് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കേറ്റഡ് ഇനി വരാൻ പോകുന്ന പരീക്ഷ, അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷ, ഏകദേശം ഒക്ടോബർ ആദ്യത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് അറിയാം, സിലബസ് കേറ്റഡിന് വ്യക്തമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട് അല്ലേ. ആദ്യത്തെ ചോദ്യം, ഈ സിലബസ് മാത്രം പഠിച്ചാൽ നമ്മൾ ഇപ്രാവശ്യത്തെ കേറ്റഡ് ക്ലിയർ ആകുമോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് സിലബസിനെ ബേസ് ചെയ്തും 2024 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളെ ബേസ് ചെയ്തും മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, അതായത് കേറ്റഡ് കാറ്റഗറി 1-ന്റെ EVSന്റെ സിലബസാണ് നിങ്ങളിവിടെ കാണുന്നത്. ഫാമിലി, വാട്ടർ, അഗ്രികൾച്ചർ, വെഹിക്കിൾസ്, സോയിൽ, എർത്ത്, ഷെൽട്ടേഴ്സ്, ഡിസീസസ്, ഫുഡ്, ജോബ്സ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, എനർജി, ആനിമൽ വേൾഡ്, പ്ലാന്റ്സ്, ഫസ്റ്റ് എയ്ഡ്, സോളാർ സിസ്റ്റം, എയർ, ലൈറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് അവിടെ വരുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 ക്വസ്റ്റ്യൻ നമ്മളുടെ ഗ്രാമർ നമ്മളുടെ കോണ്ടന്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻ നമ്മുടെ പെഡഗോജിയിൽ നിന്നുമാണ് വരുന്നതെന്ന്. പക്ഷേ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കാറില്ല. കൂടുതൽ ചോദ്യങ്ങളും കോണ്ടന്റിൽ നിന്ന് തന്നെയാണ് വരാറ്. നോക്കിക്കേ, അപ്പം നമുക്കറിയാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും തന്നെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്ന ഭാഗത്തിൽ വാട്ടർ റിസോഴ്സസ്, കൺസർവേഷൻ ഓഫ് വാട്ടർ, വാട്ടർ പൊല്യൂഷൻ, പ്രിവെൻഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഡാമുകളെ കുറിച്ച് EVSൽ ചോദിക്കുന്നുണ്ട് അല്ലേ. സോഷ്യലും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഡാമുകൾ എവിടെയാണ്, ചില ഡാമുകളുടെ പേര് പറഞ്ഞിട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സോയിൽ എന്ന് പറയുന്ന ടോപ്പിക് നോക്കുകയാണെങ്കിലോ ഡിഫറെൻറ്റ് സോയിൽസ്, സോയിൽ പൊല്യൂഷൻ, പ്രിവെൻഷൻ ഓഫ് സോയിൽ പൊല്യൂഷൻ, സോയിൽ ഇറോഷൻ, ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്ന സബ് ടോപ്പിക്സ്. പക്ഷെ നിങ്ങൾക്കറിയാം നൈട്രജൻ ഫിക്സേഷനെ കുറിച്ച് പോലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസിലുള്ള കൃത്യമായ സബ് ടോപ്പിക്സിനെ വെച്ച് മാത്രം നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കാൻ പോയാൽ നമ്മുടെ പഠനം എവിടെയും എത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒരു കണ്ണ് വെക്കണം. ഇനി നമുക്ക് നോക്കാം, 2024 ചോദിച്ച ചോദ്യമാണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന തെർമോഡൈനാമിക്സിലെ നിയമം ഏത്? ഇവിടെ എവിടെയാണ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് പറയുന്നത് ഒന്ന് പറയാമോ? എനർജി ഉണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. പക്ഷെ തെർമോഡൈനാമിക്സ് ഇപ്പോൾ കേറ്റഡ് കാറ്റഗറി 1-ലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം അല്ലെങ്കിൽ ആ ഒരു അധ്യാപനത്തിലേക്കാണ് അവിടെ അധ്യാപകരെ നോക്കുന്നത്. ആ അധ്യാപകരാണ് കേറ്റഡ് കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം 4-ാം ക്ലാസ് വരെയുള്ള ഭാഗത്ത് തെർമോഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ പാഠപുസ്തകങ്ങൾ നോക്കുമ്പോൾ 4-ാം ക്ലാസ് വരെ നോക്കിയാൽ പോരാ, മുകളിലേക്ക് ഒരു 7-ാം ക്ലാസ് വരെയെങ്കിലും പ്രത്യേകിച്ച് EVS സയൻസ് വിഷയങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് നോക്കൂ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ഇതിന് മുൻപ് വന്ന ഫസ്റ്റ് എയ്ഡ്. ഇപ്പം നോക്കിക്കേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് നീഡ് ഫോർ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഇങ്ങനെ ഒരു ഭാഗമാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറയുന്ന ഭാഗം ഇതാണ്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് CPRന്റെ ഫുൾ ഫോം ആണ്. ഇതിന് മുൻപുള്ള, അതായത് ഇപ്പോൾ 2024 റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് ഞാനീ പറയുന്നത്. അതിന് മുൻപ് നടന്ന ചോദ്യങ്ങളെ നോക്കുകയാണെങ്കിൽ പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്, അല്ലെങ്കിൽ ഒരാൾ മുങ്ങിത്താഴ്ന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് CPRന്റെ ഫുൾ ഫോം ആണ് അല്ലേ. എന്താണ് CPRന്റെ ഫുൾ ഫോം എന്നുള്ളതാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ചോദ്യം. ഇനി അതേപോലെ തന്നെ ഡിസീസസ്, നമുക്കറിയാം ഡിസീസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്, കോസസ്, റെമഡിയൽ മെഷേഴ്സ്, ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം രോഗങ്ങളും രോഗകാരികളും ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും കൂടുതൽ ചോദ്യങ്ങളും ഉണ്ട്. അതിൽ പലതും നമ്മൾ കേൾക്കാൻ പോലും സാധ്യതയില്ലാത്ത ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് EVSൽ ചോദിച്ചിരിക്കുന്നത്. എല്ലാ കേറ്ററ്റിനും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ല
EVS തന്നെയാണ്. ലാസ്റ്റ് ഇയർ ഇസ്രോ നടത്തിയ അച്ചീവ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. നിപ്പ ചോദിച്ചിട്ടുണ്ട്, കോവിഡ് വാക്സിൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്, EVS ആണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എന്തും നമുക്ക് EVS ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ സോളാർ സിസ്റ്റം ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾ EVSനെ കുറിച്ച് ഇത്രയും പറഞ്ഞു. EVS നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് എന്നുള്ളത്. ഇനി മലയാളത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. അവതാരണം അല്ലെങ്കിൽ ഗദ്യം, പദ്യം. ഈ 2 ഭാഗങ്ങൾ നമുക്കറിയാം ഏകദേശം ഒരു 10 ചോദ്യം 5 മാർക്ക് വെച്ച് 10 ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് മാത്രം നമുക്ക് വരുന്നത്. ടോട്ടൽ 30 മാർക്കിൽ 10 മാർക്ക്. അപ്പോൾ ഈ ഒരു 10 മാർക്കിൽ നമുക്ക് എപ്പോഴും തോന്നും ഗദ്യവും പദ്യവും അല്ലേ, ഞാൻ അവിടെ വെച്ച് എഴുതിക്കോളാം. നടക്കാറേ ഇല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്രാവശ്യം നടന്ന മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ. നല്ല ടഫായിട്ട് തന്നെയാണ് പദ്യങ്ങളൊക്കെ ചോദിച്ചത്, അല്ലെങ്കിൽ ഗദ്യമായാലും ചോദിച്ചത്. സമയം കളയേണ്ടി വരുന്ന, പദ്യത്തിലാണെങ്കിൽ പല വാക്കുകളുടെ അർത്ഥവും അറിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം, നമുക്ക് അവിടെ ഒരു പ്രാക്ടീസ് വേണം. അല്ലാതെ ഒരിക്കലും നമുക്ക് അന്ന് പോയിട്ട് ഞാൻ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഗദ്യമായാലും പദ്യമായാലും ഇംഗ്ലീഷിലെ പാസേജ് ആയാലും ഞാൻ ചെയ്തോളാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും പോസിബിൾ ആവുന്നൊരു കാര്യമല്ല. സോ അത് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി മാതൃഭാഷാ ബോധനശാസ്ത്രം, പെഡഗോജി, 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉതകുന്ന രീതിയിലുള്ള പെഡഗോജി, അവിടെയും 10 മാർക്കുണ്ട്. വീണ്ടും ഭാഷാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് ശൈലികളും പ്രയോഗങ്ങളും, പ്രായോഗിക വ്യാകരണം, പഴഞ്ചൊല്ലുകൾ, സാഹിത്യ രൂപങ്ങൾ, താളബോധം എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സ് അതിനൊരു എളുപ്പവഴി പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഇനി സാഹിത്യ രൂപങ്ങൾ, പഴഞ്ചൊല്ലുകൾ, പ്രായോഗിക വ്യാകരണം, അല്ലേ, നല്ല രീതിയിൽ വ്യാകരണങ്ങൾ ചോദിക്കാറുണ്ട്. സന്ധി ആയാലും സമാസമായാലും ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി അവിടെ ശൈലികൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കാറുണ്ട്, അല്ലേ. അപ്പോൾ അത് ആ സിലബസിൽ എടുത്ത് പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. തീർച്ചയായിട്ടും ബുക്സ് ആൻഡ് ഓതേഴ്സും അത്യാവശ്യം ചില സമയങ്ങളിൽ അവാർഡ്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് മലയാളത്തിൽ പ്രാധാന്യം കയറി വരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്തെല്ലാം ടോപ്പിക്സ് ഇൻക്ലൂഡഡ് അല്ല എന്ന് വെച്ചാൽ, ഈ സിലബസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചോ അല്ലെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസോ എടുത്ത് പറയുന്നില്ല. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട്, ഇല്ലേ. ചോദിക്കാത്ത സമയങ്ങൾ വളരെ കുറവാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചേഞ്ച് ദ വോയിസ്ന്നോ ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ദിസ് സെൻറ്റൻസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. റിപ്പോർട്ടഡ് സ്പീച്ച് ആയാലും ഓക്സിലറി ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഷോർട്ടായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നു. പക്ഷെ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളുടെ എവിടെ കിടക്കുന്നില്ല, നമ്മളുടെ എന്താ പറയുക, സിലബസിൽ കിടക്കുന്നില്ല. ഇനി ആർട്ടിക്കിൾസിന് ചോദിക്കാം, കോൺകോർഡ്, ഇൻറ്ററോഗേറ്റീവ്സ്, ക്വസ്റ്റ്യൻ ഫോർമേഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ് ആൻഡ് ടൈംസ്, ഫ്രേസൽ വെർബ്, റിഫ്ലെക്സീവ് പ്രോനൗൺസ്, ഓക്സിലറി, ലിങ്കേഴ്സ്, ജെറൻസ്, ഡിറ്റർമിനേഴ്സ്, പ്രപ്പോസിഷൻ, സെൻറ്റൻസ് കറക്ഷൻ ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ, അതുപോലെ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെൻറ്റൻസ് ഫങ്ഷൻ ചോദിക്കാറുണ്ട്, അല്ലേ. അപ്പോൾ അതും ഇവിടെ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. വെർബൽ എബിലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ വൊക്കാബുലറി, ഇൻഫ്ലെക്ഷൻ, സഫിക്സ്, അതായത് പ്രിഫിക്സ്, സഫിക്സ്, ആൻറ്റണിംസ്, സിനോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഫോറിൻ വേർഡ്സ് ചോദിക്കാറുണ്ട്, അല്ലേ. ഫോറിൻ വേർഡ്സ് വൊക്കാബുലറി എന്നൊരു പേരിൽ അവിടെ ഉണ്ട്. സോ എന്തും ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 പരീക്ഷയായിട്ട് കൃത്യമായിട്ട് ഫോറിൻ വേർഡ്സ് ചോദിക്കാറുണ്ട്. ഒരു PSC ലെവലിലുള്ള ഫോറിൻ വേർഡ്സ് അവിടെ ചോദിക്കാറുണ്ട്. ഇനി മാത്സ്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിലബസിൽ നിന്ന് മാറി ചോദിക്കുന്ന ഒരു വിഷയം മാത്സ് തന്നെയാണ്. അതിന് വൃത്തിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതായത് നാച്ചുറൽ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് എത്ര ഭാഗങ്ങളുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ്, അതിൽ തന്നെ പ്ലേസ് വാല്യൂ, ഓർഡറിങ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിപ്പോൾ എന്താ ബുദ്ധിമുട്ട്, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോൾ നമ്മൾ ഡെസിമൽസ് വെച്ചും ഫ്രാക്ഷൻസ് വെച്ചും ഒക്കെ നമ്മളവിടെ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾസ്, പ്രൈം നമ്പേഴ്സ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഫ്രാക്ഷൻസിലാണെങ്കിൽ തന്നെ മെഷേഴ്സ്, അതിൻ്റെ മീറ്റർ, ലിറ്റർ, ഗ്രാം, കൺവേർഷൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഈക്വൽ ഫ്രാക്ഷൻസ് എന്താണ്, ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻ ഓൺ ഡെസിമൽസ് ചോദിക്കാറുണ്ട്. ജോമെട്രിയിലാണെങ്കിൽ തന്നെ ഏരിയ ഓഫ് റെക്ടാങ്കിൾസ്, പാറ്റേൺസ് ഓഫ് ജോമെട്രിക് ഫിഗേഴ്സ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ പെഡഗോജിയിൽ നമുക്ക് 10 മാർക്ക് പറയുന്നത്, പക്ഷേ ഒരിക്കലും 10 മാർക്ക് പെഡഗോജി വരാറില്ല. മാക്സിമം 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കാണ് വരിക.
കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ആ ഒരു കണക്കിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഇനി അതിൽ തന്നെ നോക്കിക്കേ, ഈ ഒരു ചോദ്യം 2024 ചോദിച്ച ചോദ്യമാണ്. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2024 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? കലണ്ടർ അല്ലേ? കലണ്ടറോ ക്ലോക്കോ എവിടെയെങ്കിലും ഈ സിലബസിലുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല അല്ലേ? സിലബസിൽ ഇല്ലേ ഇല്ല. അത് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ഭാഗം നോക്കിക്കേ, അനിൽ ഒരു ജോലി 20 ദിവസം കൊണ്ടും രാജു അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്യുന്നു. രണ്ടുപേരും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാം? ഇത് ഏത് ഭാഗമാണ്? ടൈം ആൻഡ് വർക്ക് അല്ലേ? ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസും ചോദിക്കാറുണ്ട്. ഈ സിലബസിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ? ടൈം ആൻഡ് ഡിസ്റ്റൻസോ ടൈം ആൻഡ് വർക്കോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് അല്ലേ? പിന്നെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ആ സിലബസ് എവിടെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊരു വാക്കില്ല. പക്ഷെ ഫിഗർ ഓഫ് സ്പീച്ച് ചോദിക്കാത്ത ഏതെങ്കിലും പരീക്ഷയുണ്ടോ? എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട്. ഫിഗർ ഓഫ് സ്പീച്ച് മാത്രമല്ല, ഒരുപാട് സ്പെൽ ചെക്ക് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കേറ്ററ്റിൻ്റെ ഒരു സിലബസ് മാത്രം അല്ലെങ്കിൽ ഇത്ര മാത്രം ഞാൻ പഠിച്ചാൽ പാസ്സാകും എന്ന് ഉറപ്പിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു സിലബസ് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിനെ ബേസ് ചെയ്തുള്ളൊരു പഠനവും കൂടി നമുക്ക് കേറ്ററ്റിൽ വളരെ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ കേറ്ററ്റിൽ ക്ലിയർ ആയിട്ടും മുന്നോട്ട് പോകത്തുള്ളൂ. നോക്കിക്കേ, ഇപ്പം ഇത് കണ്ടോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിനു മുമ്പ് റിസർവ് ബാങ്കിനെ കുറിച്ച് ചോദിക്കാറുണ്ടെങ്കിലും അതിൻ്റെ പെരിഫറൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്ര ഡെപ്തിലേക്കൊന്നും ചോദിക്കാറില്ല. ഇത് ലക്ഷ്യത്തിലേക്ക് വരികയാണ്. ഇനി അടുത്തതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. അതുപോലെ തന്നെ കണ്ടോ, അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, രോഗകാരികളെക്കുറിച്ച് ചോദിക്കാറുണ്ടെങ്കിൽ പോലും നമുക്കറിയാം സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ഇച്ചിരി ലെവൽ കൂടിയൊരു ചോദ്യമാണ് ഇപ്രാവശ്യം EVS ചോദിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ കേന്ദ്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ ലീഗൽ കോൺസെപ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഒരേ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. ഫ്രേസൽ വെർബ് എന്ന ഒറ്റ ടോപ്പിക്കിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇന്ന് ഫ്രേസൽ വെർബിൽ നിന്ന് ചോദിച്ചു, നാളെ ഏതിൽ നിന്ന് ചോദിക്കും? നമുക്കൊരു ഉറപ്പുമില്ല. എന്തിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അതായത് എന്തിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് വിടാൻ പറ്റുമോ? ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം നമുക്ക് 3ഓ 4ഓ ചോദ്യങ്ങൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം. എബിലിറ്റി ടു റിമെമ്പർ എ ഫോൺ നമ്പർ വെൻ റീഡയലിംഗ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ്. ഇതൊക്കെ ശരിക്കും സൈക്കോളജിയിൽ ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ് അല്ലേ? അതെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ടേംസ് പലപ്പോഴും കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം പറയാനും പറ്റാറില്ല. ഇത് കേറ്റഡ് കാറ്റഗറി 2-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇഡിയംസ് നല്ല രീതിയിൽ പണ്ടൊക്കെ അത്രയും നമ്മൾ ഇഡിയംസ് ചോദിക്കുവാണെങ്കിലും കൃത്യമായിട്ട് 2ഓ 3ഓ ഇഡിയം എല്ലാ വർഷവും മാറി മറിഞ്ഞ് ചോദിക്കുമായിരുന്നു. റെയിനിങ് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അറ്റ് 6s and 7s ഇങ്ങനെയുള്ള കുറച്ച് ഇഡിയംസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ റിപ്പീറ്റേഷനേ ഇല്ല. ഓരോ പ്രാവശ്യവും പുതിയ ഇഡിയംസ് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. ഇപ്പം CCA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ഒരു സിലബസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണിത്. അപ്പോൾ ഇവിടെ സിലബസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ കൃത്യമായിട്ട് പരീക്ഷയെ ഫോക്കസ് ചെയ്യുക, പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ കുട്ടികളിലേക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കണ്ടോ, മാത്സിൽ നമ്മുടെ ക്ലാസ്സസ് ആണ് ഈ കാണുന്നത്. ഒരു ഡെസിമൽ എന്ന് പറയുന്നതിൽ തന്നെ എത്രയോ പാർട്സ് ഉണ്ട്. നിങ്ങൾക്ക് സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിലേക്കുള്ള കണ്ടോ കലണ്ടർ, അതൊക്കെ ഓൾറെഡി നമ്മുടെ ഭാഗത്ത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് പെഡഗോജി കൃത്യമായിട്ട് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ വിഷയങ്ങളും ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ. അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് CCയിൽ ഈ കാണുന്ന റിസൾട്ടിലേക്ക് നമുക്ക് ഇപ്രാവശ്യവും എത്താൻ സാധിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ തന്നെയാണ് കേറ്ററ്റ് നേടിയിട്ടുള്ളത്. നമ്മുടെ കേറ്ററ്റിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓണമാണ്. അപ്പോൾ അത്തം 10 ദിവസം നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൺവീനിയൻസിൽ കോഴ്സുകൾ വാങ്ങാനുള്ള രീതിയിലേക്ക് നമ്മുടെ ഓഫറുകൾ മാറ്റിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ട്. സോ
കേറ്ററ്റിൻ്റെ ഈ ഓഫറിനെ കുറിച്ചും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കേറ്ററ്റ് കോഴ്സുകളെ കുറിച്ച് അറിയാനായിട്ട് ഒന്നും നോക്കാനില്ല. നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൾ ചെയ്യുക 8589083568. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കേറ്ററ്റ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരുപാട് വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് കേറ്ററ്റ്. അതുകൊണ്ട് നമുക്കത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തേ പറ്റൂ. പെട്ടെന്നായിരിക്കും NCA വിജ്ഞാപനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അവസരങ്ങളെ ചെറുതായിട്ട് കാണരുത്, നന്നായിട്ട് പഠിക്കുക. സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, ഇതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളല്ലേ, എങ്ങനെ പഠിക്കാമെന്ന് ആലോചിക്കണം അല്ലേ. അപ്പോൾ പേടിക്കുകയല്ല വേണ്ടത്. ഈ 90 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. CCയുടെ 90 ഡേയ്സ് സ്റ്റഡി ഷെഡ്യൂളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങ് കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത ആഴ്ചത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരെയും കാണാമെന്ന് വിചാരിക്കുന്നു. പുതിയ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് എപ്പോഴും CCയിലൂടെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്